പത്തനംതിട്ട ജില്ലയിലേക്ക് നമുക്ക് അടുത്തൊന്ന് പോവാം. പത്തനംതിട്ട ജില്ലയിൽ രാവിലെ നേരിയ ഒരു മഴ അനുഭവപ്പെടുകയായിരുന്നു. ഇന്നലെ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായ ആറന്മുള ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങുന്നതൊക്കെ ഒരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. അതേസമയം അപ്പർ കുട്ടനാടിലടക്കം വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. അമ്പലപ്പുഴയിൽ 6 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായതായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ശശി നാരായണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശശി, ഇന്നലെ റാന്നിയിൽ കണ്ട കാഴ്ചകൾ നമുക്ക് കുറച്ച് പേടിപ്പിക്കുന്ന രീതിക്കുള്ളതായിരുന്നു അല്ലെ? അരയ്ക്കൊപ്പം വെള്ളം കെട്ടി നിൽക്കുന്നു, അതിലൂടെ നാട്ടുകാരൊക്കെ നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാനിടയായി. ഒപ്പം ഇന്നലെ മന്ത്രി വിഷ്ണുനാഥ് അവിടെ സന്ദർശനത്തിൽ എത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് രാവിലെ മഴയ്ക്ക് നേരിയ ഒരു ശമനം അവിടെ ഉണ്ടായതായി നമുക്ക് അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? സേറ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ടയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ റാന്നിയിലും ആറന്മുളയിലും ഈ വെള്ളക്കെട്ടുകൾ, ഇന്നലെ കയറിയ കടകളിലും വീടുകളിലും കയറിയ വെള്ളക്കെട്ടുകൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ആറന്മുളയിലാണ് അത് രൂക്ഷമായിട്ടുള്ളത്. ആറന്മുളയിലെ വീടുകളിലൊക്കെ കയറിയ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നു. പല സ്ഥലങ്ങളിലും ഗതാഗതം ഇപ്പോൾ മഴ മാറിയതോടുകൂടി തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. റാന്നിയിലെ കയറിയ വെള്ളം പല സ്ഥലങ്ങളിലും കടകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീടുകളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറന്മുളയിൽ ഈ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നുണ്ട്. വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമുണ്ട്. അത് അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് ഇത് മണിക്കൂറുകളാവും ഈ വെള്ളം ഒഴുകിയെത്താൻ. അതേ നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ശക്തമായി ഇനിയും വരും മണിക്കൂറുകളിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ജലനിരപ്പ് നദിയിൽ ഉയർന്നാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാകാനും ഗതാഗത തടസ്സം ഉണ്ടാകാനൊക്കെ സാഹചര്യമുണ്ട്. റാന്നിയിലെ വ്യാപാരികളെ സംബന്ധിച്ച് ഏറെ വലിയ നഷ്ടമാണ് ഇന്നലെ ഉണ്ടായത്. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ, കടകളിൽ വെള്ളം അപ്രതീക്ഷിത മഴ പെയ്തതോടുകൂടി വെള്ളം കയറിയതോടെ നഷ്ടമുണ്ടായി. വാഹനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് വീടുകൾക്കുമൊക്കെ കേടുപാട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നാലും മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലെല്ലാം വലിയ കൃഷികൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടായ സാഹചര്യമുണ്ട്. ഇതെല്ലാം ഇനി വിലയിരുത്തണമെങ്കിൽ ഒരുപക്ഷെ റാന്നിയിലും ആറന്മുളയിലും ഒക്കെ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയെങ്കിൽ മാത്രമേ എത്ര രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള കാര്യങ്ങൾ കണക്കാക്കാൻ കഴിയൂ. അതിലുപരി ഇപ്പോൾ ഗതാഗതം പല സ്ഥലങ്ങളിലും, കോന്നിയിലൊക്കെ ഇന്നലെ വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ചാങ്കൂറുമൊക്കെ അതുപോലെ തന്നെ കൊക്കാത്തോട്, വയക്കര തുടങ്ങിയ മേഖലകളിലെ കല്ലേലിയിലോട്ടൊക്കെ വാഹനങ്ങൾ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അച്ചൻകോലാറ്റിലെ ജലനിരപ്പ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അത് കിഴക്കൻ മലയോര മേഖലയിലെ മഴ ഇന്നലെ രാത്രി പെയ്യുന്നില്ല എന്നാണ് വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ നദിയിലെ ജലനിരപ്പ് അച്ചൻകോലാറിനെയും അതുപോലെ പമ്പാ നദിയിലെയും ജലനിരപ്പ് താഴ്ന്നതോടുകൂടി തന്നെ വെള്ളം ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ വീണ്ടും ശക്തമായാൽ ഈ വെള്ളം, അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിറപുത്തരി ചടങ്ങുകൾ നാളെയാണ് ശബരിമല നടക്കുന്നത്. ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ശബരിമല തീർത്ഥാടകർക്ക് ഒരു മുന്നറിയിപ്പ് നിലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ശബരിമലയ്ക്കുള്ള യാത്രകൾ, അത് ശബരിമല തീർത്ഥാടനം കഴിവതും പരമാവധി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ തീർത്ഥാടകർ ഒഴിവാക്കണം എന്നുള്ള കാര്യം കൂടി ഇന്നലെ ദേവസ്വം ബോർഡ് അറിയിപ്പ് ഇറക്കിയിരുന്നു. ഒപ്പം ഈ പമ്പയിലും വെള്ളം കൂടിയിട്ടുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുണ്ടാകും. വനത്തിലേക്കുള്ള യാത്ര, വനമേഖലയ്ക്ക് അപകടകരമായിട്ടുള്ള യാത്രയാണ്. കാരണം മരങ്ങൾ കടപുഴകി വീണാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും നിറപുത്തരി ചടങ്ങ് കഴിയുന്നു വൈകിട്ട് 5 മണിയോടുകൂടി ശബരിമലയിൽ നട തുറക്കും. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. എന്തായാലും അതിന് ആറന്മുളയിൽ അതുമായി ബന്ധപ്പെട്ട നിറപുത്തരി ഈ നെൽക്കതിരുമായി ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ആറന്മുള ക്ഷേത്രത്തിന് ചുറ്റും ഇന്നലെ പമ്പയാറ്റിൽ നിന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ വെള്ളം ഇറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും ചടങ്ങുകൾ നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇന്നലെ പള്ളിയോട് സേവാ സംഘത്തിന്റെ വള്ളസദ്യക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു പരിധിവരെ ഇന്നത്തെ രാവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇന്ന് വീണ്ടും നടക്കാൻ സാധ്യതയുണ്ട്, പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമായാൽ ഇതെല്ലാം തടസ്സമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ആറന്മുളയിലാണ്. റാന്നിയിലേക്കാൾ ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം പൂർണ്ണമായും റാന്നിയിലും കോഴഞ്ചേരിയിലും അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് മേഖലയിൽ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വരും മണിക്കൂറുകൾ മഴയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വെള്ളം ഇറങ്ങാനും സാധ്യതയുണ്ട്. സേറ. ശരി, പത്തനംതിട്ട ജില്ലയിൽ നിന്നും ശശി നാരായണനാണ് നമ്മളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.